ഒത്തുതീർപ്പിന് വഴങ്ങി PV അൻവർ MLA. ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണോ എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്ന് പ്രതികരണം. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ഉഴുക്കുത്തുകളെ തുറന്നു കാട്ടുകയാണ് താൻ ചെയ്തതെന്നും അൻവർ. പരസ്യ പ്രതികരണം വിലക്കി മുഖ്യമന്ത്രി. PV അൻവറിന്റെ ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. നിലവിലെ അന്വേഷണം പ്രഹസനമെന്നും VD സതീശൻ. ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ്, ജനങ്ങളെ പരിഹസിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. V ശശിക്കെതിരെ കുറ്റാരോപണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. നടക്കുന്നത് നിയമപരമായ അന്വേഷണമെന്നും വിശദീകരണം. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് VD സതീശൻ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് VS സുനിൽകുമാർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K മുരളീധരൻ. പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സഹായം നൽകിയെന്ന ആരോപണത്തിൽ സുജിത് ദാസ് നടത്തിയ സ്വർണ്ണവേട്ടകളും അന്വേഷിക്കും. വിവാദങ്ങൾക്കിടെ സുജിത് ദാസ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യും. പീഡന പരാതിയിൽ നടൻ മണിയൻ പിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി എറണാകുളം പ്രിൻസിപ്പൽ കോടതി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പെന്ന് കോടതി. മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 5-ന്. ബംഗാളി നടിയുടെ ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതി. ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മമതാ ബാനർജി. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്ന് മമത. BJP ഉന്നാവോ കേസിൽ മൗനം പാലിക്കുകയാണെന്നും മമത.